ആ പോയ ഹെലികോപ്റ്റർ ഗുൽമാർഗിലെ മലന്റെ മുകളിൽ കേബിൾ കാർ ഉണ്ടല്ലോ, കേബിൾ കാറിന് അങ്ങോട്ടേക്ക് പോലുള്ള ഹെലികോപ്റ്ററാണ്. ഒരാൾക്ക് 8500 രൂപയാണ് ചാർജ്. 15 മിനിറ്റ് അവിടെ പോയിട്ട് തിരിച്ച് ഇവിടെ ഇറക്കി വരും. അപ്പൊ ഗുൽമാർഗില് കേബിൾ കാർ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 മാസം കാത്തിരിക്കും. അപ്പൊ ആ സ്ഥലത്തേക്ക് പോകാൻ ഈ ഹെലികോപ്റ്ററാണ് ഉപയോഗിക്കാം. 8500 പെർ ഹെഡ്. പിന്നെ ഉള്ളത് ഗുൽമാർഗിലാണ്. അപ്പം ഞാനിന്ന് ശ്രീനഗറിൽ നിന്ന് ഗുൽമാർഗിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് ഗുൽമാർഗിലെ കാഴ്ചകൾ കാണാം. ശ്രീനഗറിലെ രാവിലെ 8 മണിയാണ് ഇപ്പോൾ സമയം. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ ഗുൽമാർഗിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളുടെ ബസ്, ഇദ്ദേഹം നമ്മളുടെ കിളി. അപ്പോൾ നമ്മളെ ബസ് പുറപ്പെട്ടിരിക്കുന്നത്. കാലാവസ്ഥ കുറച്ചൊരു ഉഷാറുണ്ട് വഴിയിൽ. ഞാനിപ്പോൾ ഉള്ളത് ശ്രീനഗറിലല്ല, കാശ്മീരിലെ സോനാമാർഗിലല്ല, കാശ്മീരിലെ ഗുൽമാർഗില് ഏപ്രിൽ മാസത്തിലെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഐസൊക്കെ പോയിക്കുന്നു. കുറഞ്ഞ ഭാഗത്ത് മാത്രമുള്ളൂ ഐസുള്ളത്. ഈ സ്ഥലങ്ങളിലൊന്നും ഐസില്ല. അങ്ങ് മലന്റെ മുകളിലും കുറച്ച് ഭാഗങ്ങൾ ഉണ്ടല്ലേ, അതാ കാണുന്നു. പോലീസുകാർ വലിയ വണ്ടിയിൽ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അപ്പം നമ്മൾ ചെറിയൊരു വണ്ടിക്കാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. വഴിയിൽ നിന്നിട്ട് മാറിയിട്ട് ഏകദേശം ഒരു 15 കിലോമീറ്റർ മുമ്പായിട്ട് വണ്ടി പാർക്കിങ്ങിൽ നിർത്തിയിട്ടിട്ട് കേബിൾ കാറിന് അങ്ങോട്ടേക്ക് പോവാണ്. ഇപ്പം ഈ കുതിരസവാരി ഈ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് കേബിൾ കാറിന് അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു കുതിരസവാരിയാണ്. ഇതിന് നമ്മൾ വേണമെങ്കിൽ ഒരു 200 രൂപ കൊടുത്താൽ മതി അങ്ങോട്ടേക്ക്. ഇതൊക്കെ മാർച്ച് മാസം കംപ്ലീറ്റ് വൈറ്റ് കളർ. വണ്ടി പാർക്ക് ചെയ്ത് അവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററിൽ ദൂരമുണ്ട്. നമ്മുടെ കേബിൾ കാറിൻ്റെ അങ്ങോട്ടേക്കുള്ള വഴിയാണ് ഈ ഒരു വഴി. സൈഡിലൂടെ അങ്ങനെ കുറച്ച് ഐസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്. ഇത് കേബിൾ കാർ പോകുന്ന ഫേസ് 1 ഉണ്ടല്ലോ, അവിടേക്ക് പോകുന്ന ഹെലികോപ്റ്ററാണ്. ഒരാൾക്ക് 8500 രൂപയാണ് അതിൽ കയറാനുള്ള ചാർജ്. അത് ഇവിടുന്ന് കയറിയിട്ട് നമ്മളവിടെ കൊണ്ടിറക്കും. അവിടെ തിരിച്ചിങ്ങോട്ടേക്ക് വരും. ഈ ഹെലികോപ്റ്റർ സർവീസ് ഇങ്ങനെ നിൽക്കാതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 15 മിനിറ്റ് പിന്നെ അവിടെ സ്റ്റേ ചെയ്തിട്ട് ഫസ്റ്റ് ഫേസിൽ പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പിന്നെ മടങ്ങി വരികയും ചെയ്യും. നമ്മളൊരു അവിടെ 15 മിനിറ്റ് നേരം. ഇപ്പോൾ ഇത് ഹെലികോപ്റ്റർ ഇങ്ങനെ പാർക്ക് ചെയ്യാണ്. ഇത് പോകുന്ന വഴിയിൽ തന്നെ അവിടെ ഒരു സ്ഥലമുണ്ട്. ഇത് 2-3 ഹെലികോപ്റ്ററുകളുണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് അതില്ലായിരുന്നു. മുമ്പ് ഈ കേബിൾ കാറിന് ടിക്കറ്റിനൊന്നും വലിയ ക്ഷാമല്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര ടൈറ്റുമാണ്. 2 മാസം മുമ്പ് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്ന പോലെ 2 മാസം മുമ്പ് എടുത്തെങ്കിലുള്ള കിട്ടുക. പിന്നെ തത്കാലം ഒരു 3000 ടിക്കറ്റ് രാവിലെ 5 മണിക്ക് വന്ന് ഇവിടെ വരി നിന്ന് കഴിഞ്ഞാൽ കിട്ടും. അതും ഉറപ്പില്ല. ഈ കേബിൾ കാർക്ക് എത്തേണ്ട അവിടേക്കുള്ള വഴിയാണ്. ഈ സൈഡിൽ കൂടി ഇങ്ങനെ കുറച്ച് ഐസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ റോട്ടിലൊക്കെ ഇങ്ങനെ വെള്ളം ഒലിച്ച് ഒരു ചെറിയൊരു നനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങ് ദൂരെ മലൻ്റെ മുകളിൽ പിന്നെ ഐസ് കാര്യങ്ങളുണ്ട്. ഹെലികോപ്റ്റർ ഇങ്ങനെ നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഞാൻ അവിടെ പോയിട്ട് പിന്നെ അവിടെയുള്ള ആൾക്കാർ തിരിച്ചങ്ങോട്ടേക്ക് വരും. 8 സീറ്റായിട്ടുണ്ട് ഇത് ഉണ്ട് പറഞ്ഞതിൽ. കുറച്ച് ഭാഗത്ത് ഗുൽമാർഗില് ഐസുണ്ട്. ഇത് കേബിൾ കാറിന് ഓൺലൈനിൽ ടിക്കറ്റ് കിട്ടിയ ആൾക്കാർ നിൽക്കുന്ന വരിയാണ്. ഈ കോമ്പൗണ്ടിൻ്റെയും പുറത്തങ്ങനെ നീളത്തിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടാണ് അവിടെ നിന്നാണ് ടിക്കറ്റ് പിന്നെ പോകുന്ന സ്ഥലം. പക്ഷെ അതിൻ്റെ ഉള്ളും കഴിഞ്ഞ് പിന്നെയും പുറത്തേക്ക് ഇറന്നിട്ടുള്ള സമയം. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ആ ഒരു ക്യൂ. ഇത്രയും നീളത്തിൽ അങ്ങനെ ക്യൂ ആണ്.
ഉണ്ടല്ലോ, ഇതൊക്കെ പുറത്താണ് നിൽക്കുന്നത്. ഇതൊക്കെ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത ആൾക്കാരുടെ തിരക്കാണ്. ഇവരൊക്കെ എപ്പോഴാണ് ഞാൻ കയറുമെന്ന് പറയാൻ പറ്റില്ല ഇനി നമുക്ക്. ഇപ്പം ഭയങ്കര തിരക്കാണ് ഈ കേബിൾ കാർ ഭയങ്കര തിരക്കാണ്. രാവിലെ 5 മണിക്ക് വരുന്ന തത്കാലിന് ടിക്കറ്റ് കിട്ടും. ഇപ്പോഴത്തെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. മഴയത്താണ് ഇപ്പോൾ ഈ ആൾക്കാരങ്ങനെ വരി നിൽക്കുന്നുണ്ടല്ലേ. ഇത് അത്രയും നീളത്തിൽ അങ്ങനെ അങ്ങോട്ട് പോയി. ഇനി ഒരുപാടുണ്ട്. ഇവരൊക്കെ ഇനി എപ്പോഴാണ് ഇതിൻ്റെ കേബിൾ കാർ കയറുകയെന്നറിയില്ല. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഇത്രയൊന്നും തിരക്കുണ്ടാവില്ല. ഇത് നമ്മുടെ മറ്റേ ഹെലികോപ്റ്റർ 8500 രൂപൻ്റെ കേബിൾ കാറിന് ഫസ്റ്റ് ഫേസിലേക്ക് ആകെ 810 രൂപയും മൊത്തം മറ്റേ സെക്കൻഡ് ഫേസിലേക്ക് അടക്കം 2000 രൂപയാണ് വരുള്ളൂ ചെയ്യുക. ഇപ്പം ഞാൻ ക്യാമറ കുത്തനെ പിടിച്ചാണ്. നിങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ കുത്തനെ കണ്ടോളൂ, പോർട്രേറ്റ് ആയിട്ട്. ഈ കാണുന്ന ക്യൂ ആണ് കേബിൾ കാറിന്റെ ക്യൂ. ഇതിന്റെ അറ്റം കണ്ടാൽ അന്തമുള്ളൂ, ഒരേ അപ്പുറത്താണ്. ഞാനിപ്പോ ഉള്ളത് ഗുൽമാർഗില് കേബിൾ കാർ കയറുന്ന ആ ഒരു ഭാഗത്തിന്റെ ക്യൂ നിൽക്കുന്ന ആ ഇത് കാണാൻ പറ്റും. അവിടെ കുറച്ച് ഭാഗത്ത് ഐസ് ഉണ്ട്. ഈ ക്യൂ ആണ് കാണിക്കാൻ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു 2 മാസം മുമ്പ് ബുക്ക് ചെയ്യാൻ തന്നെ ഇപ്പൊ കേബിൾ കാർ ടിക്കറ്റ് കിട്ടാല്ല. പിന്നെ ഹെലികോപ്റ്റർ ഉണ്ട്, 8500 രൂപ, 15 മിനിറ്റിൽ പോയി വരാം. നമ്മുടെ മലയാളികളുടെ ഐസിലുള്ള ആക്രാന്ത കളികളൊക്കെ നമുക്ക് അങ്ങനെ കാണാം. Hey! കേബിൾ കാറിൻ്റെ തിരക്കും ടിക്കറ്റും കിട്ടാത്തതുകൊണ്ട് ഹെലികോപ്റ്റർക്ക് നല്ല കച്ചവടമാണ്. കാരണം 2000 പകരം 8500 രൂപ കൊടുത്തിട്ട് കാശ് ഒഴിവാക്കി പോകുന്നവരുമുണ്ട്. കാരണം ഹെലികോപ്റ്ററിൽ കയറുകയും ചെയ്യുക, പിന്നെ അതിന് പുറമെ ഈ ഫസ്റ്റ് ഫോഴ്സിൽ ഐസ് കാണുകയും ചെയ്യുക എന്നുള്ള നിലക്ക് അങ്ങനെ പോകുന്നവരാണ്. ഇവിടെ തന്നെ കുറച്ച് ഐസും കാര്യങ്ങളും ഇപ്പം തന്നെ ഉണ്ട്. അത്യാവശ്യം ഐസ് ഉണ്ട് ഈ ഒരു ഭാഗങ്ങളിൽ. ഇതിനെക്കാട്ടും കൂടുതലുണ്ടാവും ഫസ്റ്റ് ഫേസിൽ സെക്കൻഡ് ഫേസിലൊക്കെ. ഇപ്പോൾ സമയം 2:30 മണിക്കുന്നു. നമ്മൾ തിരിച്ച് മടങ്ങുകയാണ്. മഴ എപ്പോഴും ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുതിരകൾ പോകുന്നുണ്ടല്ലോ അങ്ങോട്ടേക്ക്. അതായത് ഈ കേബിൾ കാറിൻ്റെ അവിടെ നിന്ന് തിരിച്ച് അങ്ങനെ അങ്ങോട്ടേക്ക് മടങ്ങി പോവുകയാണ് കുതിരകൾ. അതിന് 200 രൂപയാണ് ചാർജ് ഈടാക്കുന്നവർ. ഇത് പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇത് കുതിരക്ക് പോകാനായിട്ടുള്ള ഒരു റൂട്ടാണ്. ഭയങ്കര ചളിപിടിയുള്ള ഒരു റൂട്ടാണിത്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് മാർച്ച് ഫെബ്രുവരി മാസങ്ങളിൽ കംപ്ലീറ്റ് ഈ ഭാഗം മൊത്തം ഐസ് കൊണ്ട് നിറഞ്ഞിട്ട് വൈറ്റ് കളറിലേക്ക് ഉണ്ടാകും ഇവിടെയൊക്കെ. ഇപ്പം നമ്മൾ പാർക്കിങ്ങോടെ എത്തിക്കുന്നത് ഇവിടെ ഐ ലവ് ഗുൽമാർഗ് എന്നൊരു ഇതുണ്ടല്ലോ. ഈ ഒരു കവാടാണ്. ഈ ഒരു കവാടത്തിൻ്റെ അതുവരെയാണ് സാധാരണ വണ്ടികൾക്ക് വിടില്ല. പിന്നെ സ്പെഷ്യൽ പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് വിടുക. ഇവിടെയൊക്കെ പാകം മഴ പെയ്തിട്ട് ചളിവിലായിട്ടുണ്ട്. കണ്ടമാനം വാഹനങ്ങളുണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ തിരിച്ച് ബസ് കയറിയിട്ടുണ്ട്.
ഇവള് നമ്മളെ ബസ്സിന്റെ കിളിയാണ്. Kamarwari area. Root stop. ശ്രീനഗറിൽക്കും ഉണ്ട് മഴ. അപ്പം നമ്മൾ ശ്രീനഗറിൽ എത്താനയക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് രാത്രിക്കുള്ള ആലു പൊറോട്ട ഉണ്ടാക്കുകയാണ് കാശ്മീരികൾ. നമ്മുടെ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലാണ് ഇപ്പം ഞാൻ ഉള്ളത്. എനിക്ക് ഈ കുക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം അങ്ങനെ അവിടെ നിൽക്കാൻ പൂതിയാവും. അപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഉരുളാക്കിയിട്ട് വെക്കുന്നുണ്ട്. വേറൊരു വിദ്വാൻ ഇവിടെ ഇങ്ങനെ പരത്തുന്നുണ്ട്. നല്ല ആലു പൊറോട്ടയാണ് ഇവിടുത്തെ ആലു പൊറോട്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആലു പൊറോട്ടയും ചപ്പാത്തിയും എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്. നമ്മളിത് ഉണ്ടാക്കിൻ്റെ എത്രയുള്ളൂ. ഇവരെ ആ ഒരു ഇതിൽ പരത്തലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ എപ്പിസോഡിലുണ്ടത്. അപ്പോൾ പുള്ളിക്കാരൻ ഇത് ചൂടാൻ പോവാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം ഒന്ന് ഉറങ്ങാൻ. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.